കേരളത്തിലെ കാലാവസ്ഥ അല്പം ശാന്തമായി കാണപ്പെടാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് കാലാവസ്ഥാ വകുപ്പ് വീണ്ടും ഒരു വലിയ അപ്ഡേറ്റ് പുറപ്പെടുവിച്ചത്. ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ വരാനിരിക്കുന്ന ഏതാനും മണിക്കൂറുകളും അടുത്ത 1-2 ദിവസങ്ങളും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങൾക്കും തികച്ചും വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമെന്ന് വ്യക്തമായി പറയുന്നു. ഈ സമയത്ത് ഏറ്റവും വലിയ ആശങ്ക കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെക്കുറിച്ചാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചുകൊണ്ട് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 12 മുതൽ 20 സെന്റിമീറ്റർ വരെ കനത്ത മഴ രേഖപ്പെടുത്തിയേക്കാമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് സാഹചര്യങ്ങൾ അത്ര വേഗത്തിൽ മാറിയേക്കാം. സാധാരണമായി തോന്നുന്ന കാലാവസ്ഥ പെട്ടെന്ന് അപകടകരമായ രൂപം കൈക്കൊള്ളാം. നിങ്ങൾ കേരളവുമായോ പരിസര പ്രദേശങ്ങളുമായോ ബന്ധപ്പെട്ടവരാണെങ്കിൽ ഇപ്പോൾ ഈ അപ്ഡേറ്റ് അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം ഇനി വരാനിരിക്കുന്ന വിവരങ്ങൾ പലരുടെയും തയ്യാറെടുപ്പുകൾ മാറ്റിയേക്കാം. കാലാവസ്ഥാ വകുപ്പ് ഇതിനോടൊപ്പം സംസ്ഥാനത്തെ ബാക്കി പ്രധാന ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവയ്ക്ക് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിന്റെ അർത്ഥം സംസ്ഥാനത്തിന്റെ ഏകദേശം മുഴുവൻ ഭാഗവും ഇപ്പോൾ ശക്തമായ മഴയുടെ സജീവമായ മേഖലയ്ക്കുള്ളിൽ എത്തിയിരിക്കുന്നു എന്നാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായേക്കാം. പെട്ടെന്ന് ശക്തമായ ഇടിമിന്നലോടുകൂടി മഴയുടെ ഘട്ടം ആരംഭിച്ചേക്കാം. ചിന്തിക്കുക, ഇപ്പോൾ ആകാശം സാധാരണമായി കാണപ്പെടുന്നുണ്ടാകാം. എന്നാൽ കുറച്ചു സമയത്തിനു ശേഷം അതേ ആകാശം റോഡുകൾ പോലും അപ്രത്യക്ഷമാകുന്ന തരത്തിൽ വെള്ളത്തിന്റെ ഒരു മതിലായി മാറിയേക്കാം. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളോടൊപ്പം ചേരുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഓരോ വലിയ കാലാവസ്ഥാ മുന്നറിയിപ്പും ആദ്യം ഇവിടെയാണ് ലഭിക്കുന്നത്. കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ സിസ്റ്റം ഇപ്പോൾ ദുർബലമാകുന്നില്ല, മറിച്ച് ഇനിയും സജീവമാകും. വരും സമയങ്ങളിൽ ഓറഞ്ച് അലേർട്ടിന്റെ പരിധി കോഴിക്കോട്, വയനാട് വരെ കൂടുതൽ ശക്തമായ രൂപത്തിൽ വർദ്ധിക്കും. അതിനുശേഷം മഴയുടെ പ്രധാന തീവ്രത വീണ്ടും വടക്കൻ കേരളത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ട് കണ്ണൂരിലും കാസർഗോഡും കേന്ദ്രീകരിച്ചേക്കാം. അതേസമയം യെല്ലോ അലേർട്ടിന്റെ പ്രഭാവം ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നിവിടങ്ങളിൽ തുടരും. ഇതിന്റെ നേരിട്ട സൂചന വിവിധ ജില്ലകളിൽ മഴയുടെ സമ്മർദ്ദം തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുമെന്നും ഏത് സമയത്തും വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയുമെന്നുമാണ്. ദെഹജിൻ, ഷംഷു ആൻഡ് ലക്ഷദ്വീപ് മേഖലകൾക്കായി പ്രത്യേകം പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ പറയുന്നത്, അടുത്ത കുറച്ചു സമയത്തേക്ക് മിന്നൽ, ശക്തമായ ഇടിമിന്നലോട് കൂടിയ കാറ്റിന് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ്. പലയിടങ്ങളിലും കാറ്റിന്റെ വേഗത പെട്ടെന്ന് വർദ്ധിച്ച് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ എത്തിയേക്കാം. ഇതിന്റെ പ്രഭാവം കരയിൽ മാത്രം ഒതുങ്ങില്ല, മറിച്ച് സമുദ്രമേഖലകളിൽ സാഹചര്യം കൂടുതൽ വഷളായേക്കാം. കേരളം, കർണാടക, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ സമുദ്രഭാഗങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ ഇറങ്ങുന്നത് സുരക്ഷിതമല്ല എന്ന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളോടൊപ്പം ചേരുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഓരോ വലിയ കാലാവസ്ഥാ മുന്നറിയിപ്പും ആദ്യം ഇവിടെയാണ് ലഭിക്കുന്നത്. ശക്തമായ കാറ്റ് കാരണം മരങ്ങൾ കടപൊഴിഞ്ഞു വീഴാമെന്നും വൈദ്യുതി തൂണുകൾ വീഴാമെന്നും പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെടാമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിളവെടുപ്പിനടുത്തായ പ്രദേശങ്ങളിൽ കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്ന് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് മൂലം ഗതാഗതം തടസ്സപ്പെടാം. കാഴ്ചപരിധി കുറയുന്നത് റോഡിലൂടെയുള്ള യാത്ര പ്രയാസകരമാക്കാം. മഴയുടെ തീവ്രത പെട്ടെന്ന് വർദ്ധിച്ചാൽ സാഹചര്യം വേഗത്തിൽ വഷളായേക്കാം. എന്നതിനാൽ പല ജില്ലകളിലും ഭരണകൂടത്തെ നേരത്തെ തന്നെ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകളിലെ അശ്രദ്ധ പല ദിവസങ്ങളുടെ ബുദ്ധിമുട്ടായി മാറിയേക്കാവുന്ന സാഹചര്യമാണിത്. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഉരുൾപൊടൽ ബാധിത പ്രദേശങ്ങളെക്കുറിച്ച് കാലാവസ്ഥാ ഏജൻസി പ്രത്യേകം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. മലയോല മേഖലകളിൽ മണ്ണ് നേരത്തെ തന്നെ ഈർപ്പമുള്ളതാണ്. തുടർച്ചയായ മഴ കാരണം ഭൂമി ദുർബലമായേക്കാം. ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ സംഭവങ്ങളും വർദ്ധിച്ചേക്കാം. അതുകൊണ്ട് തുറന്ന മൈതാനങ്ങളിലും ഉയർന്ന കെട്ടിടങ്ങളുടെ മുകളിലും മരങ്ങൾക്ക് താഴെയും നിൽക്കുന്നത് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇടിമുഴക്കം കേൾക്കുകയാണെങ്കിൽ ഉടനെ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. ഈ കാലാവസ്ഥാ സംവിധാനത്തിന്റെ പ്രഭാവം കേരളത്തിൽ മാത്രം ഒതുങ്ങില്ല. ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മഴയുടെ സജീവത വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ മേഖലകളിൽ തുടർച്ചയായ ഒറ്റപ്പെട്ടതോ മധ്യമമായ മഴയോ പ്രവചിക്കപ്പെടുന്നു. റായൽസീമയിലും തീരദേശ ആന്ധ്രാപ്രദേശത്തിന്റെ ചില ഭാഗങ്ങളിലും അടുത്ത കുറച്ചു സമയത്തേക്ക് മഴയുടെ പല ഘട്ടങ്ങൾ കണ്ടേക്കാം. വടക്കൻ കർണാടകത്തിന്റെ ഉള്ളൻ പ്രദേശങ്ങളിലും തെക്കൻ കർണാടകത്തിന്റെ ഉള്ളൻ പ്രദേശങ്ങളിലും മേഘങ്ങൾ വേഗത്തിൽ സജീവമാകുന്നുണ്ട്. അവിടെ ശക്തമായ ഇടിമിന്നലോട് കൂടിയ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതായത് ദക്ഷിണേന്ത്യയുടെ വലിയൊരു ഭാഗം ഇപ്പോൾ ഒരു വലിയ മഴ സംവിധാനത്തിന്റെ പ്രഭാവത്തിലാണ് എന്ന് കാണാം. എന്നാൽ ഏറ്റവും വലിയ ചോദ്യം ഇപ്പോഴും ഇതാണ്, ഈ മഴ ആശ്വാസം നൽകുമോ അതോ പലയിടത്തും
കാലത്തും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ? കാരണം വരാനിരിക്കുന്ന അപ്ഡേറ്റ് കൂടുതൽ ഗൗരവമുള്ള സൂചനകളാണ് നൽകുന്നത്. ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പരിഷ്കരിച്ച റിപ്പോർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു. നേരത്തെ ചില ജില്ലകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഓറഞ്ച് അലർട്ട് ഇപ്പോൾ 11 ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവ ഇപ്പോൾ ഹൈ റിസ്ക് സോണിൽ ഉൾപ്പെട്ടിരിക്കുന്നു. തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നിവിടങ്ങളിലും കനത്ത മഴ മുന്നറിയിപ്പ് തുടരുന്നു. അതായത് ഏകദേശം മുഴുവൻ സംസ്ഥാനവും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ കർശന നിരീക്ഷണത്തിലാണ്. ഇത്രയും വലിയൊരു മുന്നറിയിപ്പ് വളരെ അപൂർവമായേ കാണാറുള്ളൂ. അതുകൊണ്ടാണ് അടുത്ത ഏതാനും മണിക്കൂറുകൾ കേരളത്തിലെ കാലാവസ്ഥയുടെ ദിശ പൂർണ്ണമായി മാറ്റിയേക്കാം എന്ന് പറയുന്നത്. വരും മണിക്കൂറുകളിലേക്കുള്ള ഉടനടി പ്രവചനത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ലഘുവായതോ മധ്യമമായതോ ആയ മഴയൊപ്പം ഇടിമിന്നലും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റും വീശാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം മറ്റു ജില്ലകളിലും മഴയുടെ ലഘുചാർച്ചൽ തുടരാം. നദികളുടെ തീരങ്ങളും അണക്കെട്ടുകളുടെ താഴ്ന്ന ഭാഗങ്ങളും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ പൊതുജനങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ സമയത്ത് നദികൾ മുറിക്കിക്കടക്കുന്നതും വെള്ളച്ചാട്ടങ്ങളിലോ മലയോര വിനോദസഞ്ചാര മേഖലകളിലോ സന്ദർശനം നടത്തുന്നതും അനാവശ്യ യാത്രകളും ഒഴിവാക്കുക. സാഹചര്യങ്ങൾ ഇതേപോലെ തുടരുന്നാൽ കേരളത്തിൽ കാലാവസ്ഥ അടുത്ത കുറച്ചു കാലത്തേക്ക് സാധാരണമാകുന്നതിനു പകരം കൂടുതൽ അപകടകരമായ തിരിവെടുത്തേക്കാം. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. കൂടാതെ ഇത്തരം ഓരോ വലിയ കാലാവസ്ഥാ അപ്ഡേറ്റുകൾക്കുമായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. മറുഭാഗത്ത് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയത് ശക്തമായ കാറ്റിന്റെ ഭീഷണി ഇനി തുടർച്ചയായി നിലനിൽക്കുമെന്നാണ്. സുരക്ഷിതമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം കാറ്റിന്റെ വേഗത പലയിടങ്ങളിലും ദുർബലമായ മേൽക്കൂരകൾ പറന്നുപോകാനും മരങ്ങൾ വീഴാനും വൈദ്യുതി തൂണുകൾ പെട്ടെന്ന് പൊട്ടാനും സാധ്യതയുള്ളത്ര ശക്തമായേക്കാം. പഴയ വീടുകളുള്ള പ്രദേശങ്ങളിലോ മേൽക്കൂരകൾ ദുർബലമായ വീടുകളിലോ താമസിക്കുന്നവർ മുൻകൂട്ടി സുരക്ഷിത സ്ഥലങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒന്ന് സങ്കൽപ്പിക്കുക, അർദ്ധരാത്രിയിൽ പെട്ടെന്ന് ശക്തമായ കാറ്റോടുകൂടി കനത്ത മഴ തുടങ്ങി പുറത്തിറങ്ങാനുള്ള വഴി അടഞ്ഞുകയും ചെയ്താൽ സാഹചര്യങ്ങൾ എത്രത്തോളം അപകടകരമാകും. കനത്ത മഴ സമയത്ത് നദികൾക്കും ജലാശയങ്ങൾക്കും സമീപം താമസിക്കുന്നവർക്കും ഭീഷണി വർദ്ധിച്ചിട്ടുണ്ട്. ഒരു സാഹചര്യത്തിലും നദി മുറിക്ക് കടക്കാൻ ശ്രമിക്കരുതെന്ന് ഭരണകൂടം വ്യക്തമായ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മീൻ പിടിക്കാനോ കുളിക്കാനോ മറ്റേതെങ്കിലും കാരണത്തിനായി ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് ഈ സമയത്ത് അതീവ അപകടകരമായി തെളിയിക്കാം. പലയിടങ്ങളിലും പെട്ടെന്ന് ജലപ്രവാഹം സാധാരണയേക്കാൾ പല മടങ്ങ് വർദ്ധിച്ചേക്കാം. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ നിന്ന് താഴേക്ക് വരുന്ന വെള്ളം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് പ്രളയസമാനമായ സാഹചര്യം സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ടാണ് ഭരണകൂടം നിരന്തരം നിരീക്ഷണം നടത്തുകയും അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. വെള്ളച്ചാട്ടങ്ങൾ, അണക്കെട്ടുകൾ, മലയോര വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്ര തൽക്കാലം ഒഴിവാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ തീരുമാനമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പലപ്പോഴും മഴകാലത്ത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആളുകൾ ഇറങ്ങാറുണ്ട്. എന്നാൽ ഇത്തവണ സാഹചര്യങ്ങൾ സാധാരണ മൺസൂൺ പോലെയല്ല കാണപ്പെടുന്നത്. പലയിടങ്ങളിലും മണ്ണ് നേരത്തെ തന്നെ പൂർണ്ണമായും കുതിർന്നിട്ടുണ്ട്. തുടർച്ചയായ മഴ കാരണം ഉരുൾപൊട്ടൽ സാധ്യത അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയുടെ ഈ ക്രമം തുടരുകയാണെങ്കിൽ റോഡുകൾ അടഞ്ഞേക്കാം. പല പ്രദേശങ്ങളും താൽക്കാലികമായി ഒറ്റപ്പെട്ടേക്കാം. ഓർക്കുക, പ്രകൃതി അതിന്റെ രൂപം മാറ്റുമ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മുഴുവൻ കാഴ്ചയും മാറുന്നു. ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയും അത്തരം ചില സൂചനകളാണ് നൽകുന്നത്. ഇനി ദക്ഷിണേന്ത്യ മുഴുവൻ പരിശോധിച്ചാൽ ചിത്രം ഇതിലും വലുതായി കാണാം. തീരകോശ കർണാടകം, മാഹി, ലക്ഷദ്വീപ്, തെലങ്കാന എന്നിവിടങ്ങളിൽ വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യത തുടർച്ചയായി നിലനിൽക്കുന്നു. കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം അടുത്ത കുറച്ചു കാലത്തേക്ക് ഈ പ്രദേശങ്ങളിൽ മേഘങ്ങൾ തുടർച്ചയായി സജീവമായിരിക്കും. പലയിടങ്ങളിലും ഇടിമിന്നലോടുകൂടി മഴ കാണപ്പെടും. വടക്കൻ ഉള്ളൻ കർണാടകത്തിലും കാലാവസ്ഥ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ശക്തമായ ഉപരിതല കാറ്റിനൊപ്പം മിന്നൽ സംഭവങ്ങൾ വർദ്ധിക്കേക്കാം. തെക്കൻ ഉള്ളൻ കർണാടകത്തിലും സ്ഥിതിയൊട്ടും ഗൗരവമില്ലാത്തതല്ല. കാരണം അവിടെയും കനത്ത മഴയുടെ സൂചനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ മേഖലകളിലും കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ പലയിടങ്ങളിലും ഇടിമിന്നലോടുകൂടി മിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ചിലയിടങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ എത്തിയേക്കാം. തീരദേശ ആന്ധ്രാപ്രദേശിലും യാനം മേഖലയിലും മഴയുടെ സജീവമായ ഘട്ടങ്ങൾ ആരംഭിച്ചേക്കാം. ഇതിന്റെ അർത്ഥം അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ഇരുവശങ്ങളിലുമുള്ള കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരേ സമയം ദക്ഷിണേന്ത്യയുടെ വലിയൊരു ഭാഗത്തെ ബാധിക്കുന്നു എന്നാണ്.